ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു ജീസസ് ക്രൈസ്റ്റ് എന്ന പുസ്തകത്തിനകത്ത് നമ്മുടെ യോസേപ്പിതാവിനെ പറ്റി പറയുന്ന ഒരു വിവരണമുണ്ട് കേട്ടോ. ബെഥൽഹേമിൽ നിന്ന് ഈജിപ്തിലേക്കുള്ള പലായനത്തിന്റെ ഇടയ്ക്ക് രാത്രിയിൽ നമ്മുടെ യോസേപ്പിതാവും മാതാവും ഉണ്ണീശോയും കൂടെ ഒരു ഭവനത്തിൽ വിശ്രമിക്കുകയാണ്. രാത്രിയിൽ ഒരു ഉറക്കത്തിന്റെ ഇടയ്ക്ക് മാതാവ് കണ്ണുറന്ന് നോക്കുമ്പോൾ യോസേപ്പിതാവിനെ കാണുന്നില്ല. ആ രാത്രിയുടെ നിശബ്ദതയിൽ ഒരു കരച്ചിലും മാത്രം മാതാവിന് കേൾക്കാം. മാതാവ് യോസേപ്പിതാവിനെ അന്വേഷിച്ച് നോക്കുമ്പോൾ വീടിന്റെ ഒരു മൂലയിലിരുന്ന് യോസേപ്പിതാവ് കരയാണ്. മാതാവ് അടുത്തെന്ന് ചോദിച്ചു, എന്തിനാണ് കരയുന്നത്? മാലാഖമാരുടെ സന്ദേശം അനുസരിച്ച് നമ്മൾ ഹെറോദസിന്റെ വാളിൽ നിന്ന് നമ്മുടെ ഉണ്ണീശോയെ രക്ഷിച്ചില്ലേ, പിന്നെ എന്തിനാ കരയുന്നതെന്ന് ചോദിക്കാൻ. അന്നേരം യേശുപിതാവ് പറയുന്നൊരു മറുപടി ഉണ്ട്. മാലാഖമാരുടെ സന്ദേശം കിട്ടിയത് നമുക്ക് മാത്രമല്ലേ, പക്ഷെ ഹെറോദസിന്റെ വാളിലേറിയായ എന്തോരം ബാക്കി കുട്ടികളുണ്ട്, അവരെ ഒന്നും രക്ഷിക്കാൻ നമുക്ക് പറ്റിയില്ലല്ലോ. മാലാഖമാരുടെ സന്ദേശം നമുക്ക് കിട്ടിയത് നമുക്ക് അവരോടും കൂടെ പറയായിരുന്നു, എങ്കിൽ അവരെയും കൂടെ നമുക്ക് രക്ഷിക്കാമായിരുന്നല്ലേ എന്ന്. തനിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു നന്മയെക്കുറിച്ച് ഓർത്തിട്ടാണ് യോസേപ്പിതാവ് വിഷമിക്കുന്നത്. അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നത് യോസേപ്പിതാവ് നീതിമാനായിരുന്നു എന്നുള്ളത്. ഈ ക്രിസ്മസ് നമ്മളോടും പറയുന്നത് ഇത് തന്നെയാണ്. നമുക്ക് ചെയ്യാൻ കഴിയുന്ന നന്മകൾ നമ്മൾ ചെയ്യാതിരിക്കരുത്, അത് വലിയൊരു പാപമാണ്. അപ്പം വലിയ വലിയ കാര്യങ്ങളും ലോകം മുഴുവൻ നടന്ന് നന്മ ചെയ്യാനും നമുക്ക് പറ്റിയില്ലെങ്കിലും നമ്മുടെ മുൻപിൽ കാണുന്നവരെയും നമ്മുടെ കാണപ്പെട്ട സഹോദരങ്ങളെയൊക്കെ സ്നേഹിക്കാനും അവർക്ക് വേണ്ട നന്മകൾ ചെയ്യാനും നമുക്ക് ഈ ക്രിസ്മസിന് പറ്റട്ടെ. എല്ലാവർക്കും ഹാപ്പി ഡേ.